എൻ്റെ പേര് ഷാജഹാൻ, പാണാവള്ളി. ഇസ്ലാമിൽ പ്രതിരോധം ഇല്ലെന്നാണോ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്? പ്രവാചകന്റെ കാലത്ത് ശത്രുക്കൾക്കെതിരെ പ്രതിരോധിച്ചിട്ടില്ലേ? ഇതിന് മറുപടി കിട്ടിയേക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യ സഹോദരന്റെ ഒരു ചോദ്യം, പ്രതിരോധം ഇല്ലെന്നാണോ അഥവാ ഇസ്ലാമിൽ പ്രതിരോധമില്ലെന്നാണോ മുജാഹിദുകൾ പറയുന്നത് എന്നാണ്. വ്യാപകമായി ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി വന്നിട്ടുള്ളതാണ് ആ ചോദ്യം. ഇന്നലെ ആലുവയിലെ മസ്ജിദിൽ ഖുതുബ നടത്തി ഇറങ്ങുമ്പോൾ ഒരു ചെറിയ പയ്യൻ എന്നോട് ചോദിച്ചു, വ്യാപകമായി മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ തിരിച്ചടിക്കുന്നതുകൊണ്ടും ബോംബിടുന്നതുകൊണ്ടും കൊല്ലുന്നതുകൊണ്ടും എന്താണ് തെറ്റ്? അതല്ലേ ശരിയായ വശം? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികതകൾക്കപ്പുറത്ത് വിചാരപരമായ ഒരു തലമുണ്ട് ഇസ്ലാമിന്. ഒരു മുസ്ലിം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റൊരു സംഘടന ചെയ്തു അതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്നതല്ല ഇസ്ലാമിന്റെ മാനദണ്ഡം. ഭാസ്കരൻ കള്ളുകുടിക്കുന്നു, മുഹമ്മദിന് കള്ളുകുടിക്കാം എന്നാരും പറയാറില്ല. ഭാസ്കരൻ സ്ത്രീധനം വാങ്ങുന്നു, അതുകൊണ്ട് ബഷീറിന് സ്ത്രീധനം വാങ്ങാം എന്ന് ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ആര് എന്ത് ചെയ്യുന്നു എന്നതല്ല നമ്മുടെ തെളിവ്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് പ്രമാണവുമായി എത്ര പൊരുത്തപ്പെടുന്നു എന്നതാണ് നമ്മുടെ വിഷയം. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഫിറഔൻ ലോകത്തിലെ ഏറ്റവും വലിയ ഏക ഛത്രാധിപതിയായിരുന്നു. ഫഖാല അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് പരമോന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ പറ്റി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു വാചകം, വഇദ് നജൈനാകും മിൻ ആലി ഫിർഔന യസൂമുനകും സൂഅൽ അദാബ് യദ്ബിഹുന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫി ദാലികും ബലാഉം മിർ റബ്ബികും അളീം വഇദ് ഫറഖനാ ബികുമുൽ ബഹറ ഫഅൻജൈനാകും വഅറഖനാ ആല ഫിർഔൻ വഅൻതും തൻദുറൂൻ. സൂറത്ത് ബഖറ 49-50 വചനങ്ങളാണ്. ഫിറഔന് പുരുഷന്മാരെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് അറുകൊല ചെയ്തു. കിരാതമായ പ്രവർത്തനങ്ങൾ അവിടെ അദ്ദേഹം ചെയ്തു. സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചു. അത് ചരിത്രത്തിൽ നമ്മൾ മൂസാ നബിയുടെ അനുയായികളിൽ അദ്ദേഹത്തെ ഫിറൗനിന്റെ ആളുകൾ ചെയ്ത അക്രമത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നതാണ്. അറുകൊല ചെയ്തു. ഖുത്ല അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സൂറത്ത് ബലദിൽ 4 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി അതിൽ മുസ്ലിങ്ങളെ കൊണ്ടുപോയി നിക്ഷേപിച്ചു, തീയിട്ട് ചുട്ടു ചാമ്പലാക്കി. എന്തിന്റെ പേരിൽ? പ്രതാപവാനായ അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ. പക്ഷെ ഇവരെന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ സമീപത്ത് ഒരു ചെറിയ കറുത്ത പുതപ്പും പുതച്ച് കൈ തലയാണയായി കിടന്നപ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കാണുന്നില്ലേ ഇത്? ശരീരം മുഴുവനും പൊട്ടിയൊലിച്ചത് കാണുന്നില്ലേ? ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസം പിഴുത് കാണുന്നില്ലേ? പട്ടാപ്പകല് പടച്ചട്ട അണിയിച്ച് ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ കിരണത്തിന് മുമ്പിൽ കൊണ്ടുപോയി മലർത്തിക്കിടത്തി പുറത്തുനിന്ന് ചോരവും നലയും ചലവും നീരുമൊലിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ പ്രവാചക? അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആയുധമേന്തുന്നില്ലേ എന്നല്ല, കലാപമേന്തുന്നില്ലേ എന്നല്ല, തിരിച്ചടിക്കുന്നില്ലേ എന്നല്ല, പ്രാർത്ഥന ഒരു വലിയ ആയുധമായി കണ്ടിരുന്നു ഇസ്ലാം. മുസ്ലിങ്ങൾക്കിന്ന് പ്രാർത്ഥന ആയുധമല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പാപമായും ഇബ്ലീസിന്റെ സിദ്ധാന്തമായും കാണുന്ന ഒരു ജനതയാണ് ഇന്ന് നമ്മുടെ ജനത. പ്രവാചക തിരുമേനിയോട് അവർ ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നില്ലേ? ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നില്ലേ? ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്നല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥിക്കുന്നു എന്നും പ്രാർത്ഥിക്കുന്നില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. നിങ്ങളുടെ പൂർവികന്മാർ തലയിലൂടെ ഈർച്ചവാട് വെച്ച് ഈർന്നവരെ രണ്ടാക്കി. സക്കരിയ നബി അലൈഹിസ്സലാം അതിന് ഉദാഹരണമാണ്.
യഹിയാ നബി റോട്ടിലിറങ്ങി തൗഹീദ് പറഞ്ഞു, ബൈബിൾ പറയും, ഗളച്ഛേദം ചെയ്തു കളഞ്ഞു ആ ജനത. സൂറത്ത് ബഖറയിൽ 60-61 വചനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, അമ്പിയാക്കളെ അന്യായമായവർ കൊന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ മുഖത്തു തുപ്പി എന്ന് പറഞ്ഞാൽ ആയുധമേന്തി പോരാടുന്നവരാണ് നമ്മൾ. അനവധി പ്രവാചകന്മാർ അനുയായികൾ നോക്കി നിൽക്കെ കൊന്നൊടുക്കി എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയും. എന്തായിരുന്നു അവരുടെ സമീപനം? മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധം, സ്വർഗം നേടാനുള്ള ആയുധം ക്ഷമയാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് സ്വർഗം. ഇന്നമാ യുവഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുകയാണെങ്കിൽ കണക്കില്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് പറയുമ്പോ സുബിറു വസാബിറു വറാബിതു, നിങ്ങൾ ക്ഷമിക്കൂ, ക്ഷമയിൽ മുൻകടക്കൂ, നിങ്ങൾ മുൻകരുതലുകൾ എടുക്കൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോ ആ ക്ഷമയുടെ മഹത്തായ ഒരു അധ്യായമുണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാം ക്ഷമിക്കുകയാണോ? എല്ലാറ്റിനെയും സഹിക്കുകയാണോ? പ്രതിഷേധിക്കേണ്ടതില്ലേ? തീർച്ചയായും ഉണ്ട്. എങ്ങനെ, എപ്പോൾ, ഏതു വിധേനെ, ഏത് മാനദണ്ഡമനുസരിച്ച്, ഏത് തത്വമനുസരിച്ച്? ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിന്ന് നമ്മൾ ആലോചിക്കുമ്പോ, ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്. ഇന്ത്യ ഒരു മതേതര കാഴ്ചപ്പാടുള്ള രാജ്യമാണ്. കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ നാട്. നമ്മുടെ ഭരണഘടനയുടെ 29ാമത്തെ ഖണ്ഡിക, നമ്മുടെ ഭരണഘടനയുടെ 30ാമത്തെ ഖണ്ഡിക, നമ്മുടെ ഭരണഘടനയുടെ 26ാമത്തെ ഖണ്ഡിക, ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാൻ, ആ വിശ്വാസമനുസരിച്ച് കർമ്മങ്ങളും ആചാരങ്ങളും രൂപപ്പെടുത്തുവാൻ, അത് പ്രീച്ചിങ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഈ ഭരണഘടന നൽകിയോ? അതിന് പ്രൊട്ടക്ഷൻ നൽകുക എന്നതും അതിനെ സംരക്ഷിക്കുക എന്നതും ഓരോ സംഘടനയ്ക്കും അവരുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും അതിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ സൂക്ഷിക്കുവാനും അതിന്റെ റെസീപ്റ്റ് സൂക്ഷിക്കുവാനും അതുമായി ബന്ധപ്പെട്ട ഭരണം നടത്തുവാനും 30ാമത്തെ ഖണ്ഡിക പെർമിഷൻ നൽകുകയും ഏതൊരു പൗരന്റെ മൗലികമായ അവകാശത്തിന് വിള്ളലേൽക്കാതെ ഭരണഘടന പക്ഷപാതിത്വം കാണിക്കാതെ നിലനിൽക്കണമെന്ന ഭരണഘടനയുടെ 15ാമത്തെ വകുപ്പും അനുവദിച്ച ഒരു രാജ്യത്ത് ഇതല്ലേ ഇസ്ലാം പറയുന്ന മതം അല്ലാഹുവിനാകുന്നതുവരെ? മീൻസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ ദീന് സ്വീകരിക്കുന്നതിൽ വാള് തടസ്സമായിക്കൂടാ, അല്ലാഹുവിന്റെ ദീന് സ്വീകരിക്കുന്നതിൽ ആളുകളുടെ ഭീഷണി തടസ്സമായിക്കൂടാ, അല്ലാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്നതിൽ ഇവിടെ ഏതെങ്കിലും സംഘങ്ങളെ ഭയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. അങ്ങനെ ഒരു ഭരണഘടന ഉള്ളപ്പോൾ പാർലമെന്റിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയുടെ കോടതിയുമായി, നിങ്ങൾക്കറിയാലോ ഹൈക്കോടതി, ഇന്നലെ പലതവണ കാണിച്ചു നമ്മുടെ കേരളത്തിന്റെ ഹൈക്കോടതി. ഞാൻ എന്റെ സഹപ്രവർത്തകനോട് ചോദിച്ചു, മോനെ നീ കണ്ടോ സത്യമേവ ജയതേ എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചത് നീ കണ്ടോ? ആ പദം സംസ്കൃതമാണ്. സത്യമേ ജയിക്കാവൂ എന്ന് എഴുതി വെച്ച ഈ കോടതിയും നമ്മുടെ ഭരണഘടനയും ഒരു പൗരനോടും വിവേചനം കാണിക്കാത്ത ഭരണഘടനയാകുമ്പോൾ തന്നെ ഒരു പൗരന് നൽകിയ മൗലികാവകാശത്തിന് നേരെ ധ്വംസനമുണ്ടാകുമ്പോ ആ വ്യക്തികൾ ആയുധമേന്തി ഇവിടെ പ്രവർത്തിച്ചാൽ അരാജകത്വമുണ്ടാകും. ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു പോലീസുകാരൻ യൂണിഫോമിൽ AK-47 ഒരു ട്രെയിനിൽ കയറുമ്പോ ആരും അദ്ദേഹത്തെ കണ്ട് ഭയപ്പെടുന്നില്ല. മറിച്ച് നീളമുള്ള ഈ താടിയും ഈ വെള്ള ജുബ്ബയും വെള്ള മുണ്ടുമെടുത്ത് ഒരു മതത്തിന്റെ വക്താവെന്ന നിലയിൽ AK-47 ഞാൻ ഇറങ്ങിയാൽ എന്നെ ഉൾഫ തീവ്രവാദി എന്നോ കാശ്മീർ ഭീകരവാദി എന്നോ പാകിസ്ഥാൻ വന്ന ഭീകരവാദി എന്ന നിലക്ക് ആളുകൾ കാണുകയും പോലീസുകാരനെ വെടിവെച്ചു കൊല്ലുകയും ഒരു പക്ഷേ ചെയ്യും. എന്തുകൊണ്ട്? നിയമം നടത്തേണ്ടവർ നിയമം നടത്തണം, കോടതിയുമായി ബന്ധപ്പെടേണ്ടത് കോടതിയുമായി ബന്ധപ്പെടണം. എന്റെ മൗലികാവകാശം ചോദ്യം ചെയ്താൽ ഞാനൊരു ഉദാഹരണം പറയാം, വളരെ ലളിതമായി ഇത് പഠിക്കേണ്ടത് കൊണ്ടാണ്. തിരുവനന്തപുരത്ത് ഭീമാപള്ളിയിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു പ്രഖ്യാപനമുണ്ടായി. അതിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ NDF, തബ്ലീഗ് ജമായത്തെ ഇസ്ലാമി, കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘങ്ങൾക്ക് നോട്ടീസ് ഒട്ടിക്കുവാനോ ബാനർ ഒട്ടിക്കുവാനോ ബാനർ തൂക്കുവാനോ ചുമരെഴുതുവാനോ പ്രസംഗിക്കുവാനോ അവകാശമില്ലെന്ന് ഇതിനാൽ ഭീമാപള്ളി അറിയിച്ചുകൊള്ളുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ കോടിയേരി ബാലകൃഷ്ണനെ കണ്ടു. ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചു, അല്ല അങ്ങയുടെ ഭരണത്തിൻ കീഴിലാണോ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന കേരളത്തിൻ കീഴിലാണോ ഈ ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലം എന്ന് നമ്മൾ ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ഇതാ ഇങ്ങനെ ഒരു നോട്ടീസ് പറഞ്ഞിരിക്കുന്നു. എന്നിട്ടോ അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, അങ്ങനെയുണ്ടോ? എങ്കിൽ അതൊന്ന് നിയമപരമായി നേരിടേണ്ടതാണ്. IG-യെ അപ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചു, കാര്യങ്ങൾ ഏൽപ്പിച്ചു, അന്വേഷണം വന്നു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഒരു യൂണിറ്റിന്റെ പരിപാടി ഭീമാപള്ളിയിൽ നടന്നപ്പോ 200 ഗുണ്ടകൾ വന്ന് അടിച്ചു തകർത്ത് 5 മുജാഹിദുകളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് ഇന്നവർ ഹോസ്പിറ്റലിലാണ്. ഞാനിവിടെ ചോദിക്കുന്നത്, ആരാണ് ഈ സ്വാതന്ത്ര്യത്തെ എതിർത്തത്? മുസ്ലിങ്ങളാണ്. NDF-കാരന് പ്രതിരോധിക്കണമെന്ന് പറയുന്ന സിമിക്കാരന്
പ്രതിരോധിക്കണമെന്ന് പറയുന്ന തീവ്ര ചിന്തയുള്ള മുസ്ലിമിന് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ നൽകിയ ഭരണഘടന നൽകിയ ഓരോ പൗരനും നൽകിയ മൗലിക അവകാശത്തിനു നേരെ മുസ്ലിം ശബ്ദിക്കുമ്പോ പറ, ആരോടാണ് പ്രതിഷേധം, ആരോടാണ് പ്രതിരോധം? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം എന്ന് പറഞ്ഞാൽ അത് അടിക്കൽ മാത്രമല്ല, കൊല്ലൽ മാത്രമല്ല, സ്നേഹത്തിന്റെ പാശം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഉന്നതമായ ഒരു ശൈലി ആകാശബന്ധിതമായ വേദഗ്രന്ഥത്തിനുണ്ട് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാര്യമാരുമായി പിണങ്ങിയാൽ ഇസ്ലാം ആദ്യം പറഞ്ഞത് മോന്തക്കുറ്റിക്ക് കൊടുക്കാനല്ല, ഭാര്യയോട് വയല് പറയാൻ, അവളെ ഉപദേശിക്കാൻ. അതൊരു പ്രതിരോധമാണ്. എന്നിട്ടും അവളെ മാറുന്നില്ലെങ്കിൽ കിടപ്പറ മാറിക്കിടക്കാൻ, അതതിന്റെ രണ്ടാമത്തെ വശമാണ്. മൂന്നാമത്തെ വശം അവളെ കരണക്കുറ്റിക്കടിക്കാൻ